നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ബ്ലോക്കായിട്ട് നിൽപ്പുണ്ടോ? ചില കാര്യങ്ങൾ തടസ്സപ്പെട്ട് കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടിൽ കടന്നു പോകുന്നതാണ് നമ്മൾ. ചിലപ്പം ഈ ബുദ്ധിമുട്ട് നമ്മൾ തന്നെ വരുത്തി വെച്ചായിരിക്കാം. അതെങ്ങനെ നമ്മൾ തന്നെ ബുദ്ധിമുട്ട് വരുത്തി വെക്കുന്നത്? വചനം പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ അടിമയാണ്. നമ്മൾ പാപം ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ? നമ്മൾ പിശാചിൻ്റെ അടിമയായി തീരും. പിശാചിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ ഈ പിശാച് നമ്മുടെ കാര്യങ്ങളൊക്കെ പുള്ളി അങ്ങ് ഓണർ ചെയ്യും. അതായത് പാപം ചെയ്യുന്ന പിശാചിൻ്റെ സന്തതിയാണെന്ന് സന്തതി. നമ്മൾ പിശാചിൻ്റെ സന്തതിയായിട്ട് മാറും. പിശാച് അപ്പോൾ നമ്മുടെ അപ്പനായിട്ട് മാറും. പിശാച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ചെല്ലും. ഇത് ചില ആൾക്കാരുടെ ലൈഫിൽ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സഹനങ്ങളും എല്ലാം ദൈവം തന്നെ തരാറുണ്ട്. അവരെ വിശുദ്ധീകരിക്കാനായിട്ട്, ഈശോയുടെ പദ്ധതിയിലേക്ക് ചേർക്കാനായിട്ട്, ഈശോ അവരെ ഇങ്ങനെ കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിക്കാനായിട്ട് ചില സഹനങ്ങൾ കൊടുക്കും. പക്ഷേ നമ്മൾ തന്നെ പാപം വഴി ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ ലൈഫിൽ വരുത്തി വെക്കാറുണ്ട്. സോ ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മാറ്റണം. നമ്മൾ എന്തിനാണ് നമ്മുടെ കാര്യങ്ങളിലേക്ക് പിശാചിനെ കൊണ്ടുവന്ന് നമ്മുടെ അധികാരം നമ്മൾ പിശാചിനെ കൊണ്ടുവന്നതിനാണ്? നമ്മുടെ അധികാരി പിശാചാണോ ഈശോയാണോ? അധികാരി പിശാചാണെങ്കിൽ പിശാചിന് ഇഷ്ടമുള്ള പോലെ നമ്മളെ കൊണ്ടുപോകാൻ പറ്റും. സോ നമ്മൾ ആ അധികാരം എടുത്ത് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കണം. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്നാ? നമ്മൾ ഡെലിവറൻസ് എന്ന് പറഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത്? ഡെലിവറൻസ് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ അധികാരമെല്ലാം നമ്മളെടുത്ത് കളയുക. പിശാചിനെ എങ്ങനെ കളയുന്നേ? പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ അടിമയാണ്. പാപം ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ പിശാചിന് അധികാരം കിട്ടുന്നത്. സോ നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ വിശ്വസ്ത നീതിമാനമായ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ പാപങ്ങൾ ഏറ്റു പറയണം. പാപങ്ങൾ ഏറ്റു പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ പിശാചിൻ്റെ പിശാചിന് നമ്മളുടെ ബന്ധം എന്ന് പറഞ്ഞാൽ പാപമാണ്. ഈ പാപം കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും പിശാചിന് നമ്മുടെ ലൈഫിലുള്ള കൺട്രോൾ അങ്ങ് പോകും. പിശാചിന് കൺട്രോൾ പോയി കഴിഞ്ഞാൽ പിന്നെ യോഹന്നാൻ 8:35 പാപം ചെയ്യുന്ന പിശാചിൻ്റെ അടിമയാണ്, അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഈശോ നമ്മളെ സ്വതന്ത്രരാകും. നമ്മൾ ഏറ്റു പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈശോ നമ്മളെ സ്വതന്ത്രരാകും. ഈശോയിലേക്ക് നമ്മുടെ കൺട്രോൾ പോകും. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ലൈഫിൽ നടപ്പാവും. നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ ചില സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ബ്ലോക്കുകളും എല്ലാം ഉണ്ടാകുന്നത് നമ്മൾ പിശാചിന് നമ്മുടെ ലൈഫിൻ്റെ ഓണർഷിപ്പ് കൊടുത്തുകൊണ്ടാണ്. പിശാചിന് ഓണർഷിപ്പ് കൊടുക്കാതെ ഒരു മുഴുവൻ കുമ്പസാരങ്ങൾ കുമ്പസാരിക്കുക. ഈശോയുടെ അടുത്ത് പോയിട്ട് കുമ്പസാരിച്ച് മുഴുവൻ കുമ്പസാരമൊക്കെ നടത്തി പ്രാർത്ഥിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞൊന്ന് കുമ്പസാരിക്കുക. ഈ ഒരു കൺട്രോൾ എടുത്ത് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഈശോ പിന്നെ നമ്മുടെ ലൈഫിനെ നയിച്ചോളും. ഈശോ നയിക്കും. അതിനുവേണ്ടി നമ്മളിങ്ങനെ ഒരു നല്ലൊരു ധ്യാനം കൂടുമ്പോൾ സംഭവിക്കുന്ന കാര്യമില്ല. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിക്കാനൊക്കെ പറ്റുന്നു. ഈ കുമ്പസാരത്തിൽ കൂടെ, ആന്തരിക സൗഖ്യത്തിൽ കൂടെ ഒരു ഭയങ്കര ഡെലിവറൻസ് നമ്മൾ സംഭവിക്കുന്നു. ഈ പിശാചും അവൻ്റെ ആധിപത്യവും നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകുന്നു. നമ്മുടെ കൺട്രോള് ഈശോയുടെ കയ്യിലേക്ക് കിട്ടുന്നു. സോ ആരോടും പറയണ്ട, തീരുമാനം എടുക്കുക, കുമ്പസാരിക്കുക, പ്രാർത്ഥിക്കുക. ഈ കൺട്രോൾ എടുത്ത് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഈശോ നമ്മുടെ ലൈഫിനെ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകും. സോ ഈശോ നമ്മളെ കാത്തിരിക്കുന്നു. ആമേൻ.